ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ജെയിംസ് ബോണ്ട് നായകൻ അഭിനയിച്ച ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2022 റിലീസ് ചെയ്ത ഗ്ലാസ് ഓണിയൻ എ നൈസ് ഔട്ട് മിസ്റ്ററി. ഒരു വ്യത്യസ്തമായ ന്യൂ ജനറേഷൻ മൂവിയാണിത്. ഒരാള് തന്റെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരെ ഒരു ദ്വീപിലേക്ക് വിളിച്ചു വരുത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നണില്ലേ? അതുതന്നെയാണ് സത്യം. ഈ വിളിച്ചു വരുത്തുന്ന കൂട്ടുകാർക്കൊപ്പം ഒരു ഡിറ്റക്റ്റീവും കൂടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ കഥയിലെ നായകൻ. പിന്നീട് ആ ദ്വീപിൽ എന്താണ് സംഭവിച്ചത്, അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കൊറോണ പാൻഡമിക് സമയമാണ്. ആ സമയത്ത് ഒരു ലേഡിയുടെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വരുന്നു. ആ ലേഡി സാധാരണക്കാരിയല്ല, ആ ഏരിയയിലെ മേയറായിരുന്നു, പഴയ മേയറായിരുന്നു. ഇനി അടുത്ത ഇലക്ഷനിലും മത്സരിക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഈ സമയത്ത് തന്നെ മറ്റൊരു ആളെ കാണിക്കുന്നു. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. പുതിയ പുതിയ ടെക്നോളജികളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സയന്റിസ്റ്റ്. വേണമെങ്കിൽ നമ്മുടെ എലൻ മസ്കിനോടൊക്കെ ഉപമിക്കാം. ഇദ്ദേഹത്തിനും വരുന്നുണ്ട് അതേപോലെ ഒരു പാഴ്സൽ. മൈൽസ് ബ്രൗൺ എന്ന ആളാണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഫേമസ് മോഡൽ, ഇപ്പോഴല്ല കുറച്ച് പഴയ ഫേമസ് മോഡൽ, എന്നാൽ ആ പേരൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പെണ്ണിനും വരും ഒരു പാഴ്സൽ. അത് കഴിയുമ്പോൾ ട്വിച്ച് എന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം അല്ലേ, അവിടെ വീഡിയോസ് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി, അതാണ് നമ്മുടെ ബട്ടിസ്റ്റ. ഇപ്പൊ ട്വിച്ചിൽ നിന്ന് ബാനായി അണ്ണൻ യൂട്യൂബിലാണ് വീഡിയോസ് ചെയ്യുന്നത്. കൂടെ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. കാര്യമായിട്ട് അണ്ണൻ വീഡിയോ ചെയ്യുമ്പോഴാണ് അമ്മ വിളിക്കുന്നത്, എന്തോ കാര്യം പറയാൻ വേണ്ടി. വേഗം ഇങ്ങോട്ട് വാടാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് അമ്മ പറയും. ഞാൻ വീഡിയോ ചെയ്യായിരുന്നില്ലേ, ഒന്ന് വാ മൂടിയിരിക്കാൻ പാടില്ലേ അമ്മേ എന്നേ പറയുള്ളൂ. ചെള്ളയ്ക്ക് ഒരെണ്ണം പൊട്ടിയോ അമ്മ. അമ്മയോടാണോടാ നീ സംസാരിക്കുന്നത്? പെരുത്ത മനുഷ്യനാണ്, എന്നാലും അമ്മ തന്നെയല്ലേ. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് വീഡിയോ? എന്ത്? ഒന്നുമില്ല, സോറി എന്നവൻ പറയും. നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ തന്നെ. സംഭവം ബട്ടിസ്റ്റന്റെ പേര് ഡ്യൂക്ക് എന്നാണ്. ഡ്യൂക്കിനും ഇതുപോലൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതിന്റെ പകുതി അമ്മച്ചി തുറന്നു വെച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട സയന്റിസ്റ്റ് ഇല്ലേ, അയാൾ കണ്ടുപിടിക്കും ഇതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്. ചുമ്മാ ഒരു പെട്ടി, അത് തുറക്കാനൊന്നും ഉള്ള സിഗ്നൽസ് കാണുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ കണ്ടുപിടിക്കും അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്. അതയാള് ഈ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരോടും പറയും. ഇവരെല്ലാം കൂട്ടുകാരാണ്. അവരെല്ലാവരും അതുപോലെ തുറക്കുന്നു. ഈ പെട്ടിയിൽ പല പസിൽസും ഉണ്ട്. അത് കളിക്കണം. കളിച്ചാലാണ് ഇത് മുഴുവനായിട്ടും തുറന്ന് ഓപ്പണായി അകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റുക. അകത്ത് മുട്ട ഷേപ്പിലൊരു രൂപം കാണും. അതിനകത്തൊരു ഇൻവിറ്റേഷൻ കാർഡുണ്ട്. ഒരാഴ്ച നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ പ്രൈവറ്റ് ഐലൻഡിൽ വന്ന് താമസിക്കണം. അവിടെ ഒരുപാട് പസിൽ സോൾവിങ് കളികളുണ്ട്. അതെല്ലാം കളിച്ച് എൻ്റെ മേർഡർ മിസ്റ്ററി നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും സന്തോഷാവും. കൂട്ടുകാരനോടൊപ്പം മൈൽസിനോടൊപ്പം ഒരാഴ്ച അവന്റെ പ്രൈവറ്റ് ഐലൻഡിൽ. എന്നാൽ ഒരു പെണ്ണിന് മാത്രം സന്തോഷമില്ല. അവൾ വിഷമത്തിലാണ്. അവൾ ആരാണെന്നറിയില്ല. ഇവൾ ആ ബോക്സ് തുറക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. ചുമ്മാ കളിക്കാനും തിരിക്കാനൊന്നും അവൾ നിന്നില്ല. ഒരു ചുറ്റി എടുത്തോണ്ട് വന്ന് ദേഷ്യം മൊത്തം അതിലേക്ക് അടിച്ചു തീർത്ത് അവൾ അത് തുറക്കും. അവൾക്കും കിട്ടും ഒരു ഇൻവിറ്റേഷൻ കാർഡ്. മൈൽസ് വിളിച്ചിരിക്കുകയാണ് അവന്റെ ഐലൻഡിലേക്ക്. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ കുറെ കേസുകളൊക്കെ അന്വേഷിച്ച് മടുത്തിരിക്കുകയാണ്. എനിക്കിനി ലീവ് വേണം. കേസ് അന്വേഷിക്കാനൊന്നും പറ്റില്ല. ബോറും കേസുകളും തലവേദനയും. എനിക്ക് റെസ്റ്റാണ് വേണ്ടത്. അപ്പൊ ആ റെസ്റ്റ് സമയത്ത് നീ എന്താണ് ചെയ്യാൻ പോണേ എന്ന് സഹപാഠികൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും, റെസ്റ്റ് സമയത്ത് എനിക്കൊരു ഗ്രേറ്റ് കേസ് വേണം. സോ പോലീസുകാരൻ റിട്ടയർ ആയാലും പോലീസുകാരനാണെന്ന് പറഞ്ഞ പോലെ ഡിറ്റക്റ്റീവ് വെക്കേഷനിലും ഡിറ്റക്റ്റീവ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ബ്ലാങ്ക്, നിനക്ക് ഒരു ബോക്സ് വന്നിട്ടുണ്ടെന്ന് ഹീറോയുടെ സഹതാമസക്കാരൻ പറയുക. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ എല്ലാ കൂട്ടുകാരും ഐലൻഡിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് യാറ്റ് വരുന്ന ഒരു ചെറിയ ഹാർബറുണ്ട്. അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. പലരും പല ഭാഗത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ഡ്യൂക്ക് കാമുകീനെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേ മോഡല് ഒരു കയ്യാളെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. പെഗ് എന്ന് പറയുന്ന കയ്യാൾ, ഒരു ലേഡി. ബാക്കി എല്ലാവരും തനിച്ചാണ് വന്നിരിക്കുന്നത്. അവർക്കെല്ലാം ഹീറോയെ കണ്ടിട്ട് ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഇയാളെയും വിളിച്ചിട്ടുണ്ടോ എന്ന സംശയത്തോടെ അവർ നോക്കുന്നു. എന്നാൽ ഹീറോ ലോകം അറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവാണ്. സോ ഹീറോയെ മൈൽസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് കൂട്ടുകാർ വിചാരിക്കും. ഇവർക്ക് വേണ്ട പ്രൈവറ്റ് യാറ്റപ്പ വരുന്നു. എല്ലാവരും കേറാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ലേഡി വരുന്നത്. അവളാണ് ഈ കഥയിലെ നായിക എന്ന് നമുക്കിപ്പോൾ പറയാം. പോകുന്ന വഴി എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഇവളും ഇവരെ കൂട്ടുകാരിയാണ്. ആന്റി എന്നാണ് പേര്. പക്ഷെ ഈ കൂട്ടുകാരിയെ കണ്ട് ബാക്കി എല്ലാവരും പേടിക്കുന്നുണ്ട്, ഷോക്കാവുന്നുണ്ട്. യാറ്റി കയറിക്കഴിഞ്ഞ് ഹീറോ സയന്റിസ്റ്റിനോട് ചോദിക്കും ആന്റി ശരിക്കും ആരാണെന്ന്. സയന്റിസ്റ്റ് പറയും ആന്റിയും മൈൽസും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരാണ് ആൽഫ എന്ന കമ്പനി സ്ഥാപിച്ചത്, ഉണ്ടാക്കിയെടുത്ത്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കമ്പനിയാണത്, ടെസ്ല പോലെ. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ മൈൽസ് കേസ് കൊടുത്ത് ആന്റിയെ പൂർണ്ണമായും ആ കമ്പനിയിൽ നിന്ന് വിലക്കി.
അവളെ ഇല്ലാതാക്കി ആ കമ്പനിയിൽ നിന്ന്. അത് വലിയൊരു ദ്രോഹമായിരുന്നു. പക്ഷെ എന്നിട്ടും അവളെ എന്തുകൊണ്ട് മൈൽസ് വിളിച്ചു എന്നറിഞ്ഞിട്ടില്ല. അവൾ എന്തുകൊണ്ട് വന്നു എന്നറിഞ്ഞില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രൈവറ്റ് ഐലൻഡിലേക്ക് ഇവരെല്ലാവരും എത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൈൽസ്, സുന്ദരനായ മൈൽസ്. അവൻ എല്ലാവരെയും സ്വീകരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂക്കിന്റെ കാമുകി മൈൽസിനെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്തോ ഒരു ദുരുദുരു കുരുകുരു ഉള്ള പോലെ, എന്തോ ഒരു ഡിംഗ്ലാണ് ഇവർ തമ്മിലുണ്ടോ എന്നൊരു സംശയം. അത് സംശയത്തിൽ തന്നെ നമുക്ക് വെക്കാം. ഇവരെല്ലാവരും ആന്റിയെ കണ്ട് ഷോക്കായതുപോലെ തന്നെ മൈൽസും ഷോക്കാവുന്നുണ്ട്. അവനല്ലേ വിളിച്ചു വരുത്തിയത്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴാണ് ഒരു വഴിപോക്കൻ അതിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഇയാൾ ആരാന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയില്ല. മൈൽസിനോട് ചോദിക്കുമ്പോൾ അതൊരു വഴിപോക്കനാണെന്ന് മൈൽസ് പറയും. അയാൾ എന്തുകൊണ്ട് ഈ കഥയിൽ വന്നു അറിയില്ല. നമുക്ക് നോക്കാം. തീരത്ത് വെച്ചിട്ടാണ് ഹീറോയും ആന്റിയും തമ്മിൽ പരിചയപ്പെടുന്നത്. കൂട്ടുകാരെ കൊണ്ടുപോയി തന്റെ പുതിയ നിർമ്മിതി മൈൽസ് കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ പേരാണ് ഗ്ലാസ് ഒണിയൻ. ഇതാണ് ഫ്യൂച്ചർ വേൾഡിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ എന്റെ ക്രിയേറ്റിവിറ്റി എന്നവൻ പറയും. അതിലെന്താണുള്ളത്, എന്താണ് കാരണം എന്നറിഞ്ഞില്ല. എല്ലാവരെയും അവരവരെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മൈൽസ് ഹീറോയെ വിളിച്ചുകൊണ്ട് പോയി. സാർ, നിങ്ങൾ വന്നതിലൊക്കെ സന്തോഷം, പക്ഷെ നിങ്ങൾ എന്തിനു വന്നു, നിങ്ങൾ ആരാ വിളിച്ചാൻ ചോദിക്കും മൈൽസ്. ഹീറോ പറയും, നിങ്ങളല്ലേ എനിക്ക് ബോക്സ് അയച്ചത്, നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. ഹീറോ ആ ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് മൈൽസ് ഞെട്ടുകയാണ്. ഇല്ല, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടി മാത്രമേ ബോക്സ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മറ്റാർക്കും അറിയൂല. പിന്നെ എങ്ങനെ നിങ്ങൾക്കൊരു ബോക്സ് കിട്ടിക്കാണും? അപ്പൊ ഹീറോ ചോദിക്കും, നിങ്ങൾ അയച്ച ബോക്സ് ഒരുപക്ഷെ റീസെറ്റ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും അയക്കാൻ പറ്റില്ലേ കൂട്ടുകാർക്ക്? അങ്ങനെ സംഭവിച്ചാണെങ്കിലോ? അപ്പോഴാണ് മൈൽസിന് പിടികിട്ടുക, അതെ, എന്റെ ഏതോ ഒരു കൂട്ടുകാരൻ കാരി ആ ബോക്സ് റീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചതാണ്. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. നിങ്ങളിവിടെ വന്നല്ലോ, സന്തോഷം. എന്റെ മേർഡർ മിസ്റ്ററി സോൾവ് ചെയ്യാൻ നിങ്ങളും വേണം എന്റെ കൂടെ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്ന് മൈൽസ് പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. വീക്കെൻഡ് ആസ്വദിക്കുകയാണ് അവര് അവിടുത്തെ റിസോർട്ടിൽ. ഈ സയന്റിസ്റ്റും രാഷ്ട്രീയക്കാരിയും കുശുകുശയെന്ന് എന്തോ പറയുന്നുണ്ട്. അതേപോലെ മോഡലിന്റെ അസിസ്റ്റന്റ് പിക്കി, അവള് മോഡലിനോട് പറയും, നീ അവനോട് എത്രയും പെട്ടെന്ന് ഈ കാര്യം അറിയിക്കണം, ആരുമില്ലാത്ത സമയത്ത് പറയണമെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ മോഡല് പറയും, ഒരു കാലത്ത് ഞാൻ മാഗസിൻ മൊത്തം നിറഞ്ഞിരുന്ന പെണ്ണാണ്. അന്ന് അവനൊന്നും ആയിരുന്നില്ല. ഇന്ന് ഞാൻ അവന്റെ മുന്നിൽ കേണ് മുട്ടുകുത്തി നിൽക്കണം. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നവൾ പറയും. ഇങ്ങനെ പലരുടെ മനസ്സിലും പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിരിക്കുമ്പോഴാണ് മൈൽസ് പറയുക, ചില വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെയുള്ളവർ മാറി നിൽക്കും, ചതിക്കും. ചിലപ്പോൾ പാർട്ട്ണർ പോലും നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് വിചാരിക്കും, നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കും, നിർത്താൻ ശ്രമിക്കും. എന്നാൽ ആ വലിയ കാര്യം ചെയ്തേ തീരൂ. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരൊക്കെ കൂടെയുണ്ടോ അവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ആ കൂട്ടുകാരാണ് എനിക്ക് ചുറ്റുമുള്ളത് എന്ന് മൈൽസ് പറയും. അപ്പൊ ആന്റി കൈയടിച്ചിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരാണ് നിനക്ക് ചുറ്റുമുള്ളത് എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അത് നിനക്കും അറിയാം. നിനക്ക് ചുറ്റുമുള്ളത് പരാജയപ്പെട്ട കൂട്ടുകാരാണ്. അവരവരുടെ മേഖലയിൽ പരാജയപ്പെട്ട കൂട്ടുകാരാണ്. പാർട്ടിയിൽ തോൽക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയക്കാരി, തന്റെ കണ്ടുപിടുത്തങ്ങളിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റ്, ട്വിച്ചിൽ പരാജയപ്പെട്ട ജിമ്മണ്ണൻ, തന്റെ മോഡലിംഗ് കരിയറിൽ മറ്റൊരു മോഡലെ കമ്പയർ ചെയ്ത് അതിന്റെ പേരുദോഷം വാങ്ങി ഇനി ഫ്യൂച്ചർ ഇല്ലാതെ നിൽക്കുന്ന ഒരു മോഡല്. ഇവർക്കെല്ലാം വേണ്ടത് നിന്റെ ഒരു കൈ സഹായമാണ്. നിന്റെ സപ്പോർട്ടില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തരം കിട്ടിയാൽ ഇവരെല്ലാം നിന്നെ പുറകിന്ന് കുത്തും. അങ്ങനത്തെ ഒരു ഗ്യാങ് ആണിതെന്ന് ഞാൻ പറയും. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. എന്താ ശരിയല്ലേ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോക്കും. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ മോഡലിന്റെ അസിസ്റ്റന്റ് പെഗി ഓടിച്ചെന്ന് മൈൽസിനോട് പറയും, നിങ്ങൾ എൻ്റെ ചേച്ചിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിച്ചു പോകും. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ മൈൽസ് പറയും, അവളുടെ സ്റ്റേറ്റ്മെന്റ് അത് അവള് തന്നെ തിരുത്തി പറയട്ടെ, അല്ലെങ്കിൽ പഴയ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിന്നോട്ടെ. അത് അവള് തീരുമാനിക്കും. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കമ്പനിയുടെ പേര് നഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോകും. ഇതെല്ലാം നമ്മുടെ ഡിറ്റക്റ്റീവ് സൈലന്റ് ആയിട്ട് വീക്ഷിക്കുന്നുണ്ട്. ആളൊരു മൂലയെ ചെന്ന് സിഗരറ്റ് വലിക്കാൻ നോക്കുമ്പോൾ അവിടെ സൈറൻ മുഴങ്ങി ബീപ്പടിച്ച് ലൈറ്റ് കത്താൻ തുടങ്ങും. അതൊരു സ്മോക്ക്ലെസ് ഗാർഡനാണ്, അവിടെ വലിക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മുടെ ഡ്യൂക്ക് അങ്ങേരെ ജോഗിങ്ങിൽ വരുമ്പോൾ പുള്ളിക്കാരന്റെ കാമുകിയും നമ്മുടെ മൈൽസും തമ്മിൽ ലീലാലാലകളിൽ ആറാടുകയാണ്. അയാളത് നൊന്തു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയും ഇതെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവർക്കും ഡിന്നർ ഈ ഗ്ലാസ് ഓണിയൻ കൂടാരത്തിനകത്താണ്. അതിനകത്ത് ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ചന്തമുള്ള വസ്ത്രമൊക്കെ മാറിയിട്ട് ഡിന്നറിന് വരുന്നു. എല്ലാവർക്കും ഭക്ഷണവും ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കുന്നു നമ്മുടെ മൈൽസ്. അപ്പോഴാണ് ഇവർ കാണുന്ന മോണാലിസയുടെ പടം അവിടെ ഒരു ചില്ലും കൂടിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ള ക്യൂബിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പടം എന്തിനാ നീ കൊണ്ടുവന്ന് വെച്ചിരിക്കണമെന്ന് ചോദിക്കും കൂട്ടുകാർ. അപ്പൊ മൈൽസ് പറയും, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഫ്രാൻസിന് പണം വേണമായിരുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ചില കാര്യങ്ങൾ നിലനിർത്താൻ അവർക്ക് പണം വേണമായിരുന്നു. ആ പണം ഞാൻ കൊടുത്തു. കുറച്ച് നാളത്തേക്ക് ഈ മോണാലിസയുടെ പടം ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ചെറുപ്പത്തിലെ എനിക്കുണ്ടായ മോഹമായിരുന്നു. ഇവരെ എൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ചു നാൾ കൺകുളിരെ കാണണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്.
ഇത് കേട്ട് കൂട്ടുകാരെല്ലാം ഞെട്ടും. അത് ഒറിജിനൽ തന്നെയാണോ? അത് ഒറിജിനലാണ്. ഫ്രാൻസ് കുറച്ചു നാളത്തേക്ക് മൈൽസിന് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഹെവി സെക്യൂരിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. തൊടാൻ പോലും പറ്റില്ല. ഗ്ലാസ് ചില്ലിനകത്താണ് മൈൽസിന് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മൈൽസ് അതിനൊരു പ്രത്യേക വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാസ് ഇല്ലാതെ കാണാനും സ്പർശിച്ചു നോക്കാനും. അതിന്റെ സ്വിച്ചും അവൻ കാണിച്ചു കൊടുക്കും. ഈ മൊണാലിസയുടെ പടം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇനി ഒരാഴ്ചയിൽ ലോകത്തെ എല്ലാ വലിയ നേതാക്കന്മാരും ഈ ക്യൂബിനകത്തേക്ക് വരും, ഈ ഐലൻഡിൽ വരും. അവർക്ക് ഞാൻ ഈ ലോകം ഇനി പ്രവർത്തിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഭാവി, ഫ്യൂച്ചർ സോഴ്സ് ആൻഡ് പവർ അത് കാണിച്ചു കൊടുക്കാൻ പോവാണ്. അതവരറിയാൻ പോകുന്നു. അതിനി എന്റെ കയ്യിലാണെന്നും പറഞ്ഞ് ഇയാൾ ചെറിയൊരു പഞ്ചസാര കട്ടയെടുക്കും. അതാണ് സോളിഡ് ഹൈഡ്രജൻ ഫ്യൂവൽ. പെട്രോളും ഡീസലും ഒന്നും വേണ്ട ആവശ്യമില്ല. എല്ലാ എഞ്ചിനുകളും പ്രവർത്തിക്കാൻ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ മതി. അതുകൊണ്ട് കറണ്ട് ഉണ്ടാക്കാം, വലിയ പവർ ഉണ്ടാക്കാം ചെറിയൊരു കണി കൊണ്ട്. അതെങ്ങനെ സാധ്യമാകും എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഈ ഗ്ലാസ് ഓണിയൻ ബോക്സില്ലേ ഇവരിപ്പം നിൽക്കുന്ന അതിനകത്തുള്ള ലൈറ്റും ഫാനും സ്ക്രീനും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ കൊണ്ടാണ്. ഇത് ലോകം അറിയുന്നതിന് മുന്നേ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അത് മാത്രമല്ല, നമ്മളൊരു കളി കളിക്കാൻ പോകുന്നു. എല്ലാവരെയും ടേബിളിൽ വിളിച്ചിരുത്തിയിട്ട് മൈൽസ് പറയും, ഇന്ന് കുറച്ച് സമയത്തിനകം എന്നെ ആരെങ്കിലും കൊലപാതകം ചെയ്യും. അവരുടെ മോട്ടീവ് എന്താണ്, ആരാണ് എന്നെ കൊലപാതകം ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കൊരു ഐപാഡ് സമ്മാനമായിട്ട് കിട്ടും. പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ മടിച്ചു നിൽക്കുന്നു. എന്നാൽ ഹീറോ ഇറങ്ങി ചുറ്റും നോക്കിയിട്ട് അവിടെ ഒരു പ്രതിമ മൈൽസിന് നേരെ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന കാണാം. ആ പ്രതിമയായിരിക്കും മൈൽസിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും പരാജിതരായിട്ട് നിൽക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മോഡൽ, ആ മോഡലിന്റെ പഴയൊരു മാഗസിൻ ഈ മുറിക്കകത്തുണ്ടായിരുന്നു. അതിൽ ആ മോഡൽ നെറ്റിലൊരു ഡയമണ്ട് ധരിച്ചിരുന്നു. അത് അവളുടെ കുടുംബ സ്വത്താണ്. ദാരിദ്ര്യം വന്നപ്പോൾ മോഡൽ അത് വിറ്റു. എന്നാൽ മൈൽസിന് ആ ഡയമണ്ടിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് മൈൽസ് ഒരു ലോക്കറ്റ് കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ആരും തുറന്ന് കണ്ടിട്ടുമില്ല. അതൊന്ന് തുറന്ന് കാണിക്കാൻ പറയും ഹീറോ. മൈൽസ് തുറന്ന് കാണിക്കുമ്പോൾ അത് മോഡൽ ബേഡിയുടെ ഡയമണ്ടാണ്, അവളുടെ കുടുംബ സ്വത്തായിരുന്ന ഡയമണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ബേഡി തന്നെയാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അവളുടേതാണ് മോട്ടീവ്. ആ അമ്പ് കൊണ്ടാണ് നിങ്ങൾ മരിക്കാൻ പോകുന്നത് എന്ന് ഹീറോ പറയും. അതേപോലെ ആ ഗ്ലാസ് പ്രതിമയുടെ അമ്പ് വന്ന് മൈൽസിന്റെ ദേഹത്ത് തറയ്ക്കുന്നുണ്ട്, രക്തം ചീറ്റുന്നുണ്ട്. എന്നാൽ അതൊരു കളിയായിരുന്നു. ഒറിജിനൽ അമ്പോ ഒറിജിനൽ രക്തം ആയിരുന്നില്ല. ആ മാഗസീനും ഡയമണ്ടും മാത്രമായിരുന്നു എവിഡൻസ് ആയിട്ട് മൈൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഹീറോ അത് കണ്ടുപിടിച്ചു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത സാധനം താൻ ഇത്ര എളുപ്പത്തിൽ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞല്ലോടോ. ഇനി ഒരാഴ്ചയുണ്ട്. ഈ ഒരാഴ്ച ഞാൻ എങ്ങനെ കൂട്ടുകാരെ എന്റർടൈൻ ചെയ്യിക്കും? എന്റെ ഗെയിം താൻ തകർത്ത് കളഞ്ഞല്ലോ. അത് കേട്ട് ഹീറോ പറയും, നിങ്ങളുടെ ഗെയിം പ്ലാൻ ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് തകർത്ത് കളഞ്ഞത്. ഇതൊരു ഗെയിമാണെന്ന് കരുതി നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയതാണോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാവർക്കും തന്നെ നിങ്ങൾ ഉപദ്രവിക്കണമെന്നും നിങ്ങൾ ഇല്ലാതാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, മോട്ടീവുമുണ്ട്. ഇത് കൊലയാളികളുടെ കയ്യിൽ തോക്ക് കൊടുത്ത് തനിക്ക് ചുറ്റും നിർത്തുന്ന അവസ്ഥയാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണിങ്ങനെ? പോരാത്തതിന് ഡ്യൂക്കിന്റെ ഗേൾഫ്രണ്ട്, അതെല്ലാം അവൻ അറിയുന്നുണ്ട്. അവന് കയ്യിൽ കിട്ടിയാൽ നിങ്ങളെ പിഴിയാനുള്ള ദേഷ്യമുണ്ട്. അതവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് മൈൽസ് പറയും, അതെ, പക്ഷെ എനിക്കതിൽ വിഷയമല്ല. ഒരു കാലത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു, തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ എല്ലാം വിളിച്ചു വരുത്തിയത്. ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവരെ എല്ലാം കാണണമായിരുന്നു. അവരെങ്ങനെ സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഹാളി എല്ലാവരും വെള്ളമടിച്ച് പൂസായിട്ടിരുന്ന് പലരും പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്യൂക്കിന്റെ മൊബൈലിൽ ഏതു നേരവും ഗൂഗിൾ അലേർട്ട് വരുന്ന കാണാം. അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ടിങ് 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 എന്ന് പറഞ്ഞ് എന്തെങ്കിലും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ആരെങ്കിലും ഓണാക്കി വെക്കൂടാന്ന് പറഞ്ഞ് സയന്റിസ്റ്റ് അവനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പൊളിറ്റീഷ്യൻ ചേച്ചി ആന്റി വരുമ്പോൾ ആന്റിയോട് ചോദിക്കുക, അതെ, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരുടെയും ജീവിതം നശിച്ചു. ഞങ്ങൾക്ക് മൈൽസ് വേണം, മൈൽസിന്റെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ നീ എന്തിനിവിടെ വന്നു? നിനക്കെന്താണ് ആവശ്യം? അത് കേട്ട് ആന്റി പറയും, നിങ്ങളെല്ലാവരും, ഈ മുറിയിലുള്ള നിങ്ങളെല്ലാവരുമാണ് എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്തത്, തട്ടിക്കളഞ്ഞത്. പിന്നെ ഞാൻ വരണ്ടേ ഇങ്ങോട്ട്? പൊളിറ്റീഷ്യൻ പറയും, അപ്പം നിനക്ക് റിവഞ്ചാണ് വേണ്ടത്, പ്രതികാരമാണ് വേണ്ടത്. നീ എങ്ങനെയാണ് ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത്? ആന്റി പറയും, എനിക്ക് പ്രതികാരമല്ല, സത്യമാണ് അറിയേണ്ടത്, ട്രൂത്ത്, സംഭവിച്ച സത്യം. അപ്പൊ ഡ്യൂക്ക് എഴുന്നേറ്റിട്ട് പറയും, സത്യം പറയാം, ഇവിടെ വരെ ആയില്ലേ, ഇനി ഞാൻ തന്നെ സത്യം പറയാം. ഞങ്ങളെല്ലാവരും ജീവിത നിലനിൽപ്പിന് വേണ്ടി ഗെയിം കളിച്ചു, നമ്മളെല്ലാവരും കളിച്ചു. അതിൽ നീ തോറ്റുപോയി, അതാണ് സംഭവിച്ചത്. നീ മാത്രം തോറ്റുപോയി, ഞങ്ങൾ ഇനിയും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡ്യൂക്കിന് ചില അലേർട്ട്സുകൾ വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ പൊളിറ്റീഷ്യ അറിയാതെ ഡ്യൂക്കിനെ മുട്ടുകയും ചെയ്യും. അവന്റെ ചാനലിൽ ഒരുപാട് വ്യൂസുകൾ കിട്ടി. മൈൽസ് ഉടനെ എന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞ് അവൻ മൈൽസിനെ വിളിക്കും. അവർ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചാനൽ റീച്ച് കണ്ടിട്ട് മൈൽസ് ഡ്യൂക്കിനെ കെട്ടിപ്പിടിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും ടോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് മൈൽസ് എഴുന്നേറ്റ് ഡ്രിങ്ക്സ് എല്ലാവരുമായിട്ട് ടോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴാണ് നമ്മുടെ ഡ്യൂക്കിന് പെട്ടെന്ന് ചോക്കിങ് ഉണ്ടാവുന്നത്. അവൻ പെടഞ്ഞ് നിലത്തേക്ക് വീഴും. എല്ലാവരും ഓടി അടുത്ത് വരുന്നു. നമ്മുടെ ഹീറോ ചെക്ക് ചെയ്തിട്ട് പറയും, ഡ്യൂക്ക് മരണപ്പെട്ടു, ഐ എം സോറി, അദ്ദേഹം മരണപ്പെട്ടു.
അത് വലിയൊരു ഷോക്കാണ്. പെട്ടെന്ന് എങ്ങനെയാണ് അവൻ മരണപ്പെടുക? എന്താണ് സംഭവിച്ചത്? ഓട്ടോപ്സി നടത്താതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹീറോ പറയും. ഉടനെ പോലീസിനെ വിളിക്കാൻ പറയും. മെഡിക്കൽ സപ്പോർട്ടിന്റെ ആൾക്കാരെ ഹീറോ വിളിക്കാൻ പറയും. എന്നാൽ അത് കേട്ട് നമ്മുടെ പൊളിറ്റീഷ്യ പേടിക്കുന്നുണ്ട്. കാരണം ഒരു മരണം സംഭവിച്ചു, അതും പ്രൈവറ്റ് ഐലൻഡിൽ വെച്ച്. അപ്പൊ ഈ പൊളിറ്റീഷ്യ അവിടെ ഉണ്ടായിരുന്നു. ഈ ന്യൂസ് പുറത്തു പോയാൽ അത് അവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, അവളുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കും. ഇത് പുറത്തു പറയല്ലേ, എന്റെ ജീവിതത്തെ അത് ബാധിക്കും എന്ന് പറഞ്ഞ് അവൾ പേടിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ഇത് പുറത്തറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്ര പെട്ടെന്ന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്യൂക്കിന് ചോക്കിംഗ് സംഭവിക്കുന്നത്. അവന്റെ ഡ്രിങ്ക്സിൽ ആരെങ്കിലും വിഷം കലർത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സയന്റിസ്റ്റ് പോലീസുകാരെ വിളിക്കുന്നത്. പക്ഷെ പോലീസുകാർക്ക് രാത്രി എത്താൻ പറ്റില്ല. ഏറ്റവും വലിയ ഇറക്കം ഉള്ളതുകൊണ്ട് അവർ കാലത്തെ എത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മൈൽസ് ശ്രദ്ധിക്കുന്ന, ഡ്യൂക്ക് ഡ്രിങ്ക്സ് കഴിച്ചത് മൈൽസിന്റെ ഗ്ലാസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ മൈൽസിനെ കൊല ചെയ്യാൻ വേണ്ടി മൈൽസിന്റെ ഗ്ലാസ്സിലാണ് ആരോ വിഷം കലർത്തിയിട്ടുള്ളത്. അതറിയാതെ ഡ്യൂക്ക് എടുത്ത് കുടിച്ചതായിരുന്നു. അപ്പൊ ഇവരിൽ ആരോ തന്നെയാണ് എന്നെ കൊല ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് മൈൽസ് പറയും. അവൻ പേടിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഹീറോ നോക്കുക, ഡ്യൂക്കിന്റെ ഫോൺ കാണാനില്ല. അവൻ വ്യൂസ് എനിക്ക് അധികം കിട്ടി എന്ന് പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അവന്റെ ഫോൺ കാണാതെ പോയിരിക്കുന്നു. ഫോൺ മാത്രമല്ല, ഡ്യൂക്കിന്റെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു, ഒരു തോക്കും ഉണ്ടായിരുന്നു, അതും കാണാതെ പോയിരിക്കുന്നു. അപ്പോഴാണ് ഇവര് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാവരും ആ മുറിയിലുണ്ട്, പക്ഷെ ആന്റിയെ കാണാനില്ല. നമ്മൾ നായകി എന്ന് വിചാരിച്ച പെണ്ണ്, അവളെ കാണുന്നില്ല. ഹീറോ ആന്റി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ മൈൽസ് പറയും, ഐ എം സോറി, ഞാൻ ഈ സമയത്ത് ഗെയിം സെറ്റ് ചെയ്തിരുന്നു. നമ്മളെല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കും, പെട്ടെന്ന് കറണ്ട് പോകും. അപ്പൊ എന്നെ കൊല ചെയ്യുന്ന ആരാണ് എന്ന ഗെയിമായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ കറണ്ട് പോകാൻ പോകുന്നു എന്നവൻ പറയുമ്പോൾ പെട്ടെന്ന് കറണ്ടും പോയി. മൊത്തം ഇരുട്ട്. ഭാഗ്യത്തിന് ഹീറോയുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ടാവും. എല്ലാവരും പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഹീറോ, ശാന്തരാകൂ, ആരും പേടിക്കരുത്, എല്ലാവരും അതാത് സ്ഥലത്ത് നിൽക്കൂ, ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന ഡ്യൂക്കിന്റെ കാമുകി പറയും, ആന്റിയാണ് ഡ്യൂക്കിനെ കൊന്നത്, അവൾ എന്നെയും കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ ഭാഗ്യത്തിനാണ് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവരെല്ലാവരും ആന്റി അന്വേഷിച്ചിറങ്ങും. എല്ലാവരുടെ മുഖത്തും ചില ചോദ്യങ്ങളുണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്. ഇവരാരെങ്കിലും തന്നെയാണോ ഇതെല്ലാം ചെയ്തത്? അതാരായിരിക്കും എന്ന കുഴപ്പമാണ് അവർ നമുക്ക് തരുന്നത്. നമ്മുടെ ആന്റി ആണെങ്കിൽ ഇവരെല്ലാം കാണാതെ ഒളിച്ചു നിൽപ്പുണ്ട്. എല്ലാവരും ആന്റി അന്വേഷിച്ച് നടക്കുന്നു. പലരും പല ഭാഗത്തോടെ നടക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഹീറോ, ഈ ക്യൂബിന് വെളിയിലേക്ക് വന്ന ഹീറോ ആന്റിയെ കണ്ടുമുട്ടുന്നു. അങ്ങേര് ആന്റിയോട് ചോദിക്കും, നീയാണോ ഡ്യൂക്കിന്റെ ഗണ്ണെടുത്തത്? ഡ്യൂക്കിന്റെ ഗണ്ണ് കാണാനില്ല, അത് മറ്റാരോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു കൊലപാതകം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡ്യൂക്ക് മരണപ്പെട്ടു. നമുക്കിനി ഒരു ലാസ്റ്റ് പീസ് ഇൻഫർമേഷൻ, അത് മാത്രമാണ് വേണ്ടത്, നിന്നെക്കൊണ്ട് മാത്രമേ അത് കഴിയൂ എന്ന് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ ദൂരെ നിന്നും ആന്റിയെ വെടിവെച്ച് വീഴ്ത്തും. അവൾ മരിച്ചു വീഴുന്നു. പെട്ടെന്നാണ് കറണ്ട് വരിക. എല്ലാവരും ഓടി പുറത്തേക്ക് വരുമ്പോൾ ആന്റി വെടിയേറ്റ് മരണപ്പെട്ട് കിടക്കുന്നതാണ് അവർ കാണുക. എല്ലാവരും പേടിക്കും. അപ്പൊ ഹീറോ, ഇനിയൊരു കൊലപാതകം ഇവിടെ സംഭവിക്കാൻ പാടില്ല, ഇതിനൊരു അവസാനം ഞാനിപ്പോ കാണാൻ പോവാണ്, എല്ലാവരും അകത്തേക്ക് വരും, ഇനി ഇവിടെ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും ഹീറോ ക്യൂബിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരും. ആന്റിയെ കൊന്നതാരാണെന്ന് ഇനി ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. അതാരാണ് എന്ന് ഹീറോ പറയുമ്പോഴേക്കും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സംഭവം, ഹീറോയെ നേരിട്ട് വന്ന് കണ്ടത് മറ്റാരുമല്ല,